നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ സെറ്റായിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. മാലയും ചെയ്യണം, കമ്മൽ ചെയ്യണം, ബ്രേസ്ലെറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങ് ചെയ്യുക, അത്ര തന്നെ. അതുകൊണ്ട് ഇത്രയും നീളത്തിൽ വേണം ഇത് വളച്ചെടുക്കണം. എന്നിട്ട് നല്ലവണ്ണം ഇതിന് തൊട്ട് താഴെയിട്ട് കണ്ടല്ലോ കട്ട് ചെയ്യണം. ഇനി ഇതുപോലെയുള്ള ജ്വല്ലറികൾ നല്ല നല്ല ജ്വല്ലറികളായിട്ട് ഞാൻ വരും. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം പോലെ ഇരിക്കും ഞാൻ വരണോ വരണ്ടായോ എന്നുള്ളത്. ഹായ്, അങ്ങനെ ഞാൻ ജ്വല്ലറി മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പലരും നമ്മുടെ കമൻസിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ജ്വല്ലറി മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം, അവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. പലർക്കും വന്ന് പഠിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. എനിക്കിരുത്തി പഠിപ്പിക്കാനുള്ള ടൈമും ഇല്ല. എനിക്കും ഇങ്ങനെ ഓരോ വ്ളോഗൊക്കെ എടുക്കാനായിട്ട് വെളിയിൽ പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആഴ്ച 2 ദിവസം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജ്വല്ലറി മേക്കിംഗ് കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോ. ആഴ്ച 2 ദിവസം എന്ന് പറയുന്നത് ഏതൊക്കെ ദിവസമാണെന്നറിയും? ഒന്ന് ബുധനാഴ്ചയും ഒന്ന് ശനിയാഴ്ചയായിരിക്കും. അപ്പോൾ ഈ 2 ദിവസം നമ്മൾ എന്തായാലും ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ കണ്ടു പഠിച്ചോളൂ. ഞാൻ ആ ചെയ്യുന്ന സാധനങ്ങൾ എങ്ങനെയാണെന്നും അതിൻ്റെ ഐറ്റംസ് എന്താണെന്നും അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇനി നിങ്ങൾ മറ്റെങ്ങും പോയി പഠിക്കാനോ അല്ലെങ്കിൽ നമ്മൾ വേറെ കടകളിൽ പോയി വാങ്ങാനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾക്ക് തന്നെ സ്വയം ചെയ്ത് എടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ ഐറ്റംസും വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബ്രേസ്ലെറ്റാണ്, സിമ്പിൾ ബ്രേസ്ലെറ്റാണ്. നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മറ്റ് ഓർണമെൻറ്റ്സ് ഒന്നും തേടി പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് ആദ്യം ഒരു സിമ്പിൾ ബ്രേസ്ലെറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സിമ്പിളിൽ നിന്ന് വേണമല്ലോ തുടങ്ങാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നോക്ക്, ഈ സാധനത്തിൻ്റെ പേര് ഐപ്പിൻ എന്നാണ്. ഇത് പല കളറിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഹെഡ് പിന്ന് കണ്ട, ഇതും പല കളറിൽ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ഇതുപോലത്തെ ഒരു ബീഡ്സാണ്. ബ്രേസ്ലെറ്റിന് നമ്മൾ മാക്സിമം സെലക്ട് ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? മാഗ്നറ്റിക് എടുക്കാൻ നോക്കുക. കാര്യം എന്ന് വെച്ചാൽ കൈക്കൊന്നും നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരാനൊന്നും ആരും കാണത്തില്ല. ഈ മാഗ്നറ്റിക് ലോക്ക് പല മോഡൽ കിട്ടും. ലോക്കുകളുടെ മോഡൽ അനുസരിച്ചായിരിക്കും അതിൻ്റെ വിലകൾ പോകുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ സെറ്റായിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. മാലയും ചെയ്യണം, കമ്മൽ ചെയ്യണം, ബ്രേസ്ലെറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങ് ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ ആ കമ്മൽ വരുമ്പോഴത്തേക്ക് ഇതിൽ നമ്മൾ ഒരു സ്റ്റഡായിരിക്കും കമ്മലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊരു സാധനമുണ്ട്, സ്റ്റിക്ക് ബ്യൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം കണ്ടോ കിട്ടിയോ? അപ്പോൾ ഈ സ്റ്റിക്ക് ബ്യൂട്ടി പല ടൈപ്പ്, വലുത് കിട്ടും, ചെറുത് കിട്ടും. നമ്മുടെ ബീഡ്സിൻ്റെ വലിപ്പം അനുസരിച്ചുള്ള സ്റ്റിക്ക് ബ്യൂട്ടി വേണം വാങ്ങിക്കാനായിട്ട്. അത് പ്രത്യേക നിങ്ങളിത് കാണിച്ച് തന്നെ പറയണം. മിക്ക കടക്കാർക്കും അറിയത്തില്ല ഈ ഒരു സംഭവം എന്താണ്, ഇതിൻ്റെ പേര് അറിയത്തില്ല. ശരിക്കും ഇതിൻ്റെ സ്റ്റിക്ക് ബ്യൂട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പല കളറിൽ കിട്ടും, 3-4 കളറിൽ കിട്ടും. ആൻറ്റിക്ക്, ഗോൾഡ്, സിൽവർ ഇങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ സമയം പോകും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് കണ്ടോ, ഞാൻ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടേക്കാണ്. കണ്ടോ, ഇങ്ങനെ ഫസ്റ്റ് ചെയ്യുക. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഈ ഹെഡ് പിന്ന് ഈ ഒരു ഹോള് വഴി ഇങ്ങനെ അങ്ങോട്ട് ഇടുക, കണ്ടല്ലോ. ആ സമയം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങാതിരിക്കാൻ വേണ്ടി ഇതാ എപ്പോഴും നമ്മുടെ ഈ ഒരു തള്ള വിരൽ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കണം. എങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ വളയ്ക്കാനൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത്രയും നീളത്തിൽ വേണം ഇത് വളച്ചെടുക്കണം. എന്നിട്ട് നല്ലവണ്ണം ഇതിന് തൊട്ട് താഴെയിട്ട് കണ്ടല്ലോ കട്ട് ചെയ്യണം. ഇതാ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇട്ടാൽ പറ്റത്തില്ല. ഇനി നമ്മളിതിനെ പ്രസ് ചെയ്തിട്ട് ഈ ഹോളിലോട്ട് ഇതാ ഇങ്ങനോട്ട് അടുപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ പറക്കി ഇതുപോലെ നേരത്തെ ആക്കി ഇടുക. ഒരിക്കൽ കൂടി നിങ്ങളത് ചെയ്ത് കാണിക്കാം. എപ്പോഴും ഈ തള്ളവിരൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഈ പിടിക്കുന്നിടം വരെ അതിനൊരു സപ്പോർട്ട് കൊടുത്തിരിക്കണേ, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ കിടന്ന് കറങ്ങും. പിന്നെ പോയിട്ട് നല്ല കട്ടിങ് പ്ലെയർ ആയിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നമുക്ക് ഇവിടെയൊക്കെ നല്ല കട്ടിങ് പ്ലെയർ ഒന്നും കിട്ടാറില്ല. കാരണം ഒരു 2-3 കട്ടിങ് കഴിയുമ്പോഴത്തേക്ക് എല്ലാം അതിൻ്റെ മൂർച്ച എല്ലാം അങ്ങ് പോവുക. അതുകൊണ്ട് ഓൺലൈനിലൊക്കെ ഇപ്പം നല്ല കട്ടിങ് പ്ലെയറുകൾ വരുന്നുണ്ട്. ഇങ്ങനെ ഇടുക. ഇതുപോലെ നമ്മൾ ആക്കിയിട്ടേക്കുന്ന കുറേ ബീഡ്സുകളാണ് ഇങ്ങനെ ഹാങ്ങിങ് പോലെ ഇട്ടേക്കാണ്. ഇത് ഞാൻ കുറച്ച് മാറ്റി വെച്ചേക്കുന്നു. ഇനി അടുത്തത് ഈ ഹെഡ് പിന്നിൻ്റെ ഉപയോഗം കഴിഞ്ഞു നമുക്ക്. ഇനിയും വന്നിട്ട് ഐ പിന്നിൻ്റെ ഉപയോഗമാണ് നമുക്ക് വരുന്നത്.
ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കമൻസ് വഴി പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ, നിങ്ങൾക്ക് കുറേ സംശയങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഐ പിന്നിനെ ലോക്കുമായി കണക്റ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ പ്രസ് ചെയ്ത് വെക്കുക. അടുത്തൊരു ബീഡ് ഇടുക. ഇതുപോലെ വളച്ച് വയ്ക്കുക. കട്ട് ചെയ്യുക. ഈ പ്രസ്സിങ് എന്തായാലും നന്നായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. ഈ സമയം നമ്മൾ ഇങ്ങനെ വളച്ച് അതിനകത്തോട്ട് കയറ്റുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിരുന്ന സംഭവം കൂടി എടുത്ത് കൊടുക്കുക. കണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അടുത്തത് ഈ ഐ പിന്നൂടെ കണക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം ഇതിനെ പ്രസ് ചെയ്ത് ഇതിനകത്തോട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും. ഒരേ പൊസിഷനിൽ തന്നെ വേണം നമ്മൾ ഹാങ്ങിങ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി അടുത്ത ബീഡ്സും നമ്മൾ ഇതുപോലെ തന്നെ ഇടുകയാണ്. കുറച്ച് ദൂരെ വെച്ച് വളയ്ക്കുക. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലൊരു ഹാങ്ങിങ് ഇട്ട് കൊടുക്കുക. ഈ ഐ പിന്നും ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ വളച്ച് ഇതിനകത്തോട്ട് വയ്ക്കുക. ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അതായത് കൈയുടെ അളവ് നോക്കണം. കുറേ ചെയ്ത് പോകുമ്പോഴത്തേക്ക് എപ്പോഴും ഹാങ്ങിങ്സ് ഇങ്ങനെ വന്ന് ഈ താഴെയായിട്ട് വേണം കിടക്കാൻ. ആ പൊസിഷൻ മാറരുത്. എവിടെയെങ്കിലും കൊണ്ട് നിങ്ങൾ ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ഇപ്പുറത്തായി പോകും. അത് പാടില്ല. നമ്മൾ കയ്യിൽ എപ്പോഴും ഇത് താഴോട്ടല്ലേ ഹാങ് ചെയ്ത് കിടക്കേണ്ടത്. ഇങ്ങനെ കണക്കാക്കി നമ്മൾ ഫുൾ വർക്ക് ചെയ്യുക. ഇനി ഒരു എളുപ്പവഴിയുടെ ഞാൻ പറഞ്ഞുതരാം. ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതെല്ലാം അങ്ങ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കട്ട് ചെയ്യുക. ഇത് സ്റ്റാർട്ടിങ്ങിൽ മിക്ക ആൾക്കാർക്ക് ഇച്ചിരി പാടായിട്ട് തോന്നും. അതിലൊന്നും വിഷമിക്കേണ്ട. നമ്മൾ കുറേ വർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിക്കോളും. ആദ്യം ഹാങ്ങിങ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷം വേണം ഈ ഐ പിൻ ഇട്ട് കൊടുക്കാനായിട്ട്. ഈ പിടുത്തം വിടാതെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ അകത്തോട്ട് വയ്ക്കാൻ. അകത്തോട്ട് വെച്ചില്ലെങ്കിൽ ഇത് ഊരിപ്പോരും കേട്ടോ. പിന്നെ എന്നെ ആരും കുറ്റമൊന്നും പറയല്ലേ. നമ്മൾ കാണിച്ചു തരുന്നു, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യൂ. ഇതുപോലെ നമ്മളങ്ങോട്ട് ചെയ്ത് പോവുക. എല്ലാ ഹാങ്ങിങ്സും കണ്ട താഴോട്ടാണ് കിടക്കുന്നത്. നമ്മുടെ കയ്യിൽ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ കിടക്കണം. ബ്രേസ്ലെറ്റിൻ്റെ ഹാങ്ങിങ്സ് എല്ലാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ വർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ പണിയൊക്കെ പൂർത്തിയായി. എൻ്റെ കൈയുടെ അളവിനാണ് ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി പൂർത്തീകരിക്കുന്ന കാണണ്ടേ, അതല്ലേ നമുക്ക് ആവശ്യം. അപ്പോൾ ഇനി നമുക്ക് ഫൈനൽ ചെയ്യാം. പിന്നെ ഞാൻ ഇത്രയും കാണിച്ചിട്ട് നിങ്ങൾ പറയില്ലേ എന്തിയെ ഇതിൻ്റെ അവസാനം എന്നുള്ളത്. അതുകൊണ്ട് അവസാനം കാണിച്ചുതരാം. ഇതിലായിരുന്നല്ലോ നമ്മൾ ആദ്യം കണക്ട് ചെയ്തത്. അതുപോലെ തന്നെ അടുത്ത കണക്റ്റിങ് ഇവിടെയാണ്. ഐ പിൻ ഇതുപോലെ ഒന്ന് അകത്തി വയ്ക്കുക. ഇതുമായിട്ട് പ്രസ് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം പ്രസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വളയ്ക്കുക. ഈ കട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. കട്ടിങ് പ്ലെയർ നല്ലതല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ വിഷമിക്കും. അപ്പോൾ ഇനി നമ്മൾ നോക്കുക, താഴോട്ട് തന്നെ ഹാങ് ചെയ്തിരിക്കണം. ഇവിടം വരെ ഞാൻ ഹാങ്ങിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണക്റ്റിങ് അപ്പുറത്തായിരുന്നല്ലോ കൊടുത്തത്. ഇനിയിപ്പം ഇതിലേക്ക് കണക്ട് ചെയ്യുക. പ്രസ് ചെയ്യുക. ഓക്കെ, ബ്രേസ്ലെറ്റായി. കാണട്ടെ, ഇട്ട് കാണിക്കട്ടെ.
ഇതിനെയൊക്കെ മാറ്റട്ടെ. ഇത് വെറും ഇലാസ്റ്റിക് ചെയ്യുന്നതാണ്. നമുക്കങ്ങനെ ഒരുപാട് രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ബ്രേസ്ലെറ്റുകളുണ്ട്. ഞാൻ ഓരോ സമയം നിങ്ങളെ ഓരോന്നും കാണിക്കാം കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ആരുടെയും ഒരു സഹായവും വേണ്ട നമുക്ക് മാഗ്നറ്റിക് ആകുമ്പോഴത്തേക്ക്. കൊള്ളാമോ? ചെയ്തിട്ട് പെട്ടെന്ന് പറയണം, ഞാൻ ചെയ്തു എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത് ഓക്കെ. ഇനി നമ്മൾ അടുത്ത എന്താണ്, ഞാൻ നേരത്തെ ഇതിൻ്റെ തന്നെ ഒരു സിമ്പിൾ മാല ആയതുകൊണ്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സെറ്റായിട്ട് തന്നെ. ഇത് വേറെ ഒന്നുമില്ല, ഇത് വെറുതെ കൊരുക്കുക. ഇത് ഫിഷ് ഹൂക്കുകൾ തമ്മിൽ കണക്ട് ചെയ്തേക്കാണ് കണ്ടോ. ഫിഷ് ഹൂക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ മാലയിൽ നമുക്ക് മാഗ്നറ്റിക്കിൻ്റെ തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോഴും നമുക്ക് ആരെയും ആശ്രയം വരില്ല. ഇതും ആരെയും ആശ്രയമൊന്നും വേണ്ടതാ. ഇത് ഇപ്പോൾ ചിലർക്ക് ബാക്കിലോട്ട് ഇടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഞാൻ അതും കാണിച്ചു തരാം. ഇത് എടുക്കുക, ഇങ്ങോട്ട് ഇടുക, തിരിച്ചങ്ങോട്ട് ഇടുക, തീർന്നു. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അതിൻ്റെ വേറൊരു കളറാണ് കേട്ടോ. അതാണ്ട് ഇത് ഓരോ സമയം ചെയ്യുമ്പോഴും എന്നെ അറിയിക്കണം കേട്ടോ, നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റഡൂടെ കാണിച്ചു തരാം, സമയമില്ലാത്തതുകൊണ്ടാണ്. ഈ നിസ്സാരമായ ചെറിയ സ്റ്റഡുകളൊക്കെ ഒട്ടിക്കാൻ വേണ്ടി നമുക്ക് ഇതേൽ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റിക്ക് ബ്യൂട്ടി. അപ്പോൾ ഈ പശ നമുക്ക് കറക്റ്റാണ്, ഇരുന്നോളൂ, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാൻ ഇനി ഒട്ടിക്കാൻ പോവാണ്. കുറച്ച് ടൈം എടുക്കും കേട്ടോ. രാത്രിയിലൊക്കെ ഒട്ടിച്ച് വെച്ചാൽ അല്ലെങ്കിൽ പകലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് അടുത്ത ദിവസം എടുത്താൽ മതി. അത്രയും താമസം ഉണ്ടാവും ഇതിന്. ഒരു മാല, ഒരു ബ്രേസ്ലെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 4 ലെയർ എടുത്തിരിക്കണേ. ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് പശ അങ്ങ് അടച്ച് വയ്ക്കുക, അല്ലെ പശയും തുറന്ന് വെച്ചിട്ട് പോകരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റായിട്ടുണ്ട്. ഒരു ബ്രേസ്ലെറ്റ്, അതിൻ്റെ മാല, അതിൻ്റെ കമ്മൽ ഇപ്പോൾ എനിക്ക് തൊടാൻ പറ്റില്ല, ഞാൻ ഒട്ടിച്ച് വെച്ചതേ ഉള്ളൂ. അതിനൊരു കുറേ ടൈം വേണം. അതിന് എനിക്ക് തോന്നുന്നു 24 മണിക്കൂർ വേണ്ടി വരും. കാരണം അത്രയും ടൈം കൊടുത്താൽ നന്നായിട്ട് ഒട്ടിയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് എന്താണെന്നറിയാം, ഈ സ്റ്റഡ് വേണ്ടാത്തവർക്ക് ചിലപ്പം ഇതൊക്കെ ഒരു അമ്മമാർക്ക് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഏജ് ഉള്ളവർക്കൊക്കെ സ്റ്റഡ് വേണം, അവർക്ക് ഹാങ്ങിങ്സ് വേണ്ട. അങ്ങനെ വന്നാൽ നമുക്ക് ഹാങ്ങിങ്സ് 1 2 3 ഉണ്ടാക്കാം. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് വേറൊന്നുമില്ല, ഇത് കണക്ട് ചെയ്ത് പോവുക, ഇത്രയേ ഉള്ളൂ. 1 2 3. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ലെന്ത് ഉപയോഗിക്കാം നമുക്ക്. ഇതിപ്പോൾ 4 ബീഡ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇയർ ടാഗ് വേണമെങ്കിൽ ഇവിടെ കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റഡ് വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റഡ് തന്നെ കണക്ട് ചെയ്ത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റഡ് ഇവിടെ ഇരിക്കും, ഹാങ്ങിങ്സും ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ പഠിച്ചല്ലോ എല്ലാവരും. അപ്പോൾ സന്തോഷമായോ? ഇനി ഇതുപോലുള്ള ജ്വല്ലറികൾ, നല്ല ജ്വല്ലറികളായിട്ട് ഞാൻ വരും. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം പോലെ ഇരിക്കും ഞാൻ വരണോ വരണ്ടായോ എന്നുള്ളത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതിൻ്റെയൊക്കെ നല്ല അമ്മാവന്മാരെ കാണിച്ചു തരത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയ ഐറ്റംസുമായിട്ട് അങ്ങനെ അങ്ങ് പോവുകയുള്ളൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എത്രയും പെട്ടെന്ന് എന്നെ അറിയിക്കുക. ഓക്കെ, ബൈ.